ഈ രാഹുൽ ഗാന്ധിയെ ഇനിയും ഇന്ത്യ മുന്നണിയിൽ വെച്ചുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് പല കക്ഷികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം രാജ്യത്തെ അതിപ്രധാനമായിട്ടുള്ള ബില്ലുകൾ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഒരിക്കലും രാഹുൽ ഗാന്ധി ഉണ്ടാകാറില്ല. ഒരു തവണയോ രണ്ട് തവണയോ ആയാലും സഹിക്കാം. പക്ഷെ നിരന്തരമായി ഈ സഭ കൂടുന്ന സമയത്ത് എന്തിൻ്റെ പേരിൽ വിദേശയാത്ര നടത്തുന്നു? ഇതിനകത്ത് പ്രധാനമായിട്ടും പറ്റുന്ന കുഴപ്പം, ഓരോ പാർലമെൻറ്റ് സെഷനിലും കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം. ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകുന്നതിന് ഇവർക്കൊക്കെ തന്നെ പാർട്ടിയിലൂടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഗൈഡ് ലൈൻ നൽകാനായിട്ടുള്ളവർ ഉണ്ട്, അതിൻ്റേതായ പ്രഗത്ഭന്മാരുണ്ട്. പക്ഷെ അവരുടെ വാക്കുകളിൽ ഒന്നും തന്നെ ഈ രാഹുൽ ഗാന്ധി നിൽക്കുന്നില്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ലവലേശം ഇല്ലാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. ഒന്നുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ കീഴും കിഴക്കും ഇല്ലാതെ നടക്കുകയാണ്. 2019 വലിയ പ്രതീക്ഷയായിരുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കളയുമെന്ന് പറഞ്ഞ് നടന്നതാണ്. 19 കനത്ത തോൽവി ഉണ്ടായ സമയത്ത് എനിക്കിത് പറ്റത്തില്ല എന്നും പറഞ്ഞ് കമ്പ് ഒടിച്ചിട്ടിട്ട് പോയിക്കളഞ്ഞ ആളാണ്. കോൺഗ്രസ് പാർട്ടിയുടെ അമരത്ത് നിന്ന് പോലും എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയി. തൻ്റെ ഇടമെന്ന് പറയുന്ന ലവലേശമില്ലാതിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ആരുടെയൊക്കെയോ കോൺഗ്രസിലെ കുറച്ച് പുങ്കവന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു നിരവധി ഈ ലോറികളുടെ അകമ്പടിയോടുകൂടി യാത്ര നടത്തിയത്. കാരവാനിൽ കയറിയിരിക്കുക, ഇതൊക്കെയായിരുന്നല്ലോ. അല്ലാതെ ഈ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തിയ ഭാരത് ജോഡോ യാത്ര എന്തോ മഹത്തരമാണെന്നും പറഞ്ഞാണ് വിദ്വാൻ ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോഴും രാജ്യത്തെ ജനങ്ങളുടെ അടുക്കൽ പറയുന്നത് ഞാൻ ഭാവി പ്രധാനമന്ത്രി എന്നാണ് പറയുന്നത്. പക്ഷേ പാർലമെൻറ്റിൽ ഒരു കാര്യം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. ഏത് ബില്ലിനെക്കുറിച്ചും പഠിച്ചിരിക്കണം. ബില്ല് പ്രധാനമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. പിന്നെ എങ്ങനെയാണ് ഈ പ്രിയങ്ക ഗാന്ധി പറയുന്നത് ഞങ്ങൾക്കൊക്കെ NK പ്രേമചന്ദ്രൻ മാതൃകയാണെന്ന്? അതായത് പ്രധാനമന്ത്രി പ്രേമചന്ദ്രനെ പ്രശംസിച്ചു, കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ച് ഹോംവർക്ക് ചെയ്ത് പാർലമെൻറ്റിൽ വരുന്ന ഒരു MP ആണ് പ്രേമചന്ദ്രൻ. ഉടനെ പ്രിയങ്ക പറഞ്ഞത് ഞങ്ങൾക്ക് മാതൃകയാണ് എന്ന്. ഈ ബ്രിട്ടാസ് എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഒരു മനുഷ്യന് ഇപ്പോഴാണ് തലയ്ക്ക് വെളിവ് വീണത്. രാഹുൽ ഗാന്ധി ബില്ല് അവതരിപ്പിക്കുമ്പോൾ സഭയിൽ ഉണ്ടാകുന്നില്ല. ഏതായാലും ഡബിൾ റഹീം ഉണ്ടല്ലോ, അത് നന്നായി. കാരണം രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ അതിന് തുല്യനായിട്ടുള്ള ഒരാൾ. രാഹുൽ ഗാന്ധിക്ക് ആ പദവിയുടെ ഉത്തരവാദിത്വം എന്താണ്, ആ പദവിയിലൂടെ നിർവഹിക്കപ്പെടേണ്ടത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ല. തെക്ക് വടക്ക് നടക്കുക, കീഴ്മേൽ അറിയാതെ ഇങ്ങനെ നടക്കുക. ഒന്നാലോചിച്ച് നോക്കുക, പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന AK ഗോപാലൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് സഭയിൽ ഇരിക്കുമായിരുന്നു. അതുപോലെ ഇവരുടെയൊക്കെ കാലത്തും, ഇന്ദിരാഗാന്ധിയുടെ കാലത്തും രാജീവ് ഗാന്ധിയുടെ കാലത്തും ഒക്കെ തന്നെ മികച്ച പാർലമെന്റേറിയന്മാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളവർ. ഇപ്പോൾ KP ഉണ്ണികൃഷ്ണൻ, ഇവരൊക്കെ ഹിന്ദിയിൽ നന്നായിട്ട് സംസാരിക്കുവേ. അതുപോലെ തന്നെ നീലലോഹിതദാസൻ നാടാര്, തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് തന്നെ ഹിന്ദിയിലുള്ളതാണ്. അപ്പോൾ ഹിന്ദിയിൽ അദ്ദേഹം അതിവിദഗ്ധമായി സംസാരിക്കും. ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട പാർലമെന്റേറിയനായിരുന്നു. സുരേഷ് ഗോപി പല ബില്ലുകളെക്കുറിച്ച് നന്നായി പഠിച്ച അതിനകത്ത് പങ്കെടുക്കുമായിരുന്നു. ഇപ്പോൾ ഈ നമ്മുടെ പ്രേമചന്ദ്രൻ തന്നെ EPF കുറിച്ചൊക്കെ കൃത്യമായി, EPF കുറിച്ച് കേരളത്തിൽ നിന്നുള്ള MP മാർക്കൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ല എന്നുള്ളതാണ്. പക്ഷേ
അതിൽ മിനിമം പെൻഷൻ ഇത്ര അനുവദിക്കണം എന്നുള്ളതിന്റെ കാര്യത്തിനകത്ത് ശക്തമായി വാദിച്ചിട്ടുള്ളത് NK പ്രേമചന്ദ്രനാണ്. കാരണം ബില്ലിനെ കുറിച്ച് കാര്യങ്ങൾ അറിയണ്ടേ, അത് പ്രേമചന്ദ്രൻ പഠിച്ചിട്ടുണ്ട്. അതാണ് ഹോംവർക്ക് ചെയ്യുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അത് നമ്മൾ വളരെ പ്രധാനമായിട്ട് എടുക്കാം. അത് പ്രേമചന്ദ്രന് കിട്ടുന്ന ഒരു വലിയ സർട്ടിഫിക്കറ്റ് കൂടിയാണ്. പ്രേമചന്ദ്രന് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന മൈലേജ് വളരെ വലുതാണ് അതിലൂടെ. കാരണം പ്രധാനമന്ത്രി വെറുതെ അല്ല പ്രേമചന്ദ്രനെ ചായ കുടിക്കാൻ വിളിച്ചത്. ചായ കുടിക്കാൻ വിളിച്ചു എന്ന് വിചാരിച്ച് BJP പോകുന്നെന്നാണോ? മുമ്പൊരിക്കൽ ക്യാൻറ്റീനിൽ പോയിരുന്ന് ചായ കുടിച്ചതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞ് നടന്ന പാർലമെന്റ് സെഷനിൽ പ്രധാനമന്ത്രിയെ എതിർത്ത് ചില കാര്യങ്ങളിൽ സംസാരിച്ചല്ലോ പ്രേമചന്ദ്രൻ. അപ്പൊ കാര്യങ്ങൾ കാണാതെ വെറുതെ എന്തെങ്കിലും ജൽപ്പനം നടത്തരുത്. അത് CPM-ന്റെ വേറൊരു കുഴപ്പമാണ്. എന്താ ഇപ്പം ജോൺ ബ്രിട്ടാസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധിയെ ശക്തമായിട്ട് എന്താണ് CPM മൊത്തത്തിൽ തള്ളാത്തത്? തള്ളില്ല. ഇപ്പൊ തന്നെ സുപ്രധാന ബില്ലുകളിലാണ് ചർച്ച നടന്നത് ഈ ശീതകാല സമ്മേളനത്തില്. രാത്രിയിലെ വളരെ നീണ്ടു നിന്ന ചർച്ചയായിരുന്നു. അപ്പൊ ഈ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഇദ്ദേഹം വിദേശത്തേക്ക് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇത് ഇന്ത്യ മുന്നണിയിൽ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിലെ വെറുതെയല്ല ഘടകകക്ഷികൾ എതിർക്കുന്നത്. ആദ്യം നേതൃത്വം മാറ് എന്നാണ് പറയുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി നയിച്ചാൽ ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് കൃത്യമായിട്ടറിയാം. മമതാ ബാനർജിയെ പോലെയും അതുപോലെ തന്നെ നമ്മുടെ ആം ആദ്മിയുടെ അരവിന്ദ് കേജ്രിവാളിനെ പോലെയുള്ളവർ ഇതിനകത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള കീഴും കിഴക്കുമില്ലാതെ നടക്കുന്ന ഈ ഇത്തരത്തിലുള്ള സാധനങ്ങളെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ്. ഈ കോൺഗ്രസ് പാർട്ടിയെ തന്നെ ഈ നെഹ്റു കുടുംബത്തിലെ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ട് മാറ്റിക്കെട്ടണം എന്ന് അഹമ്മദ് പട്ടേലിന്റെ മകൻ പറയുകയുണ്ടായി. ശശി തരൂര് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഈ പാർട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഇത് പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള രാഷ്ട്രീയ പിൻബലം വെച്ചുകൊണ്ട് താൻ പ്രധാനമന്ത്രിയാകും എന്ന് രാജ്യത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുക, വിദേശത്ത് പോയി ഇന്ത്യ മഹാരാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്നവരുമായി കൂട്ടുചേർന്ന് അവരോടൊപ്പം നിന്നുകൊണ്ട് രാജ്യത്തിനും പ്രധാനമന്ത്രിക്കുമെതിരെ സംസാരിക്കുക, ഇതാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും പാർലമെന്റ് സെഷൻ നടക്കുമ്പോൾ. യഥാർത്ഥത്തിൽ ഈ പാർലമെന്റ് സെഷൻ നടക്കുമ്പോൾ ഒരൊറ്റ MP-മാരും രാജ്യം വിട്ടുപോകാൻ പാടില്ല എന്നുള്ള നിയമം തന്നെ കർക്കശമാക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഈ പാർലമെന്റ് സെഷൻ നടക്കുമ്പോൾ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുന്നത്. പല വട്ടം ഉണ്ടായിട്ടുള്ളതാണ്. ഇതിവിടെ എടുത്തു പറയാൻ കാരണം അതിപ്രധാനമായിട്ടുള്ള ബില്ലുകൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഈ ഇത്തരത്തിലൊരു ഉത്തരവാദിത്തമില്ലാതെ കീഴും കിഴക്കുമില്ലാതെ നടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.